പൈൽസ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ പിന്നെ അൾസർ ഇത് നാലെണ്ണം. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൽ നിന്ന് ഒരു കുരു ഇറങ്ങി താഴോട്ട് വരിക. അത് വന്നിട്ട് പിന്നെ മലം പോയതിന് ശേഷം തന്നെത്താനെ തിരിച്ചങ്ങ് കയറിപ്പോവും. ചിലർക്ക് വന്നിട്ട് തിരിച്ച് കയറിപ്പോകത്തില്ല, തട്ടിയിടേണ്ടി വരും. അവർക്ക് വേദനയില്ല, മലം ഫ്ലോ ശരിക്ക്. എന്നാൽ ഈ മസിലിൻ്റെ മേളിൽ, ഈ മലദ്വാരത്തിൻ്റെ തൊട്ടുമേളിലൊരു മസിലാണ്. ഈ മസിലിനകത്ത് 6 ഞരമ്പുകളുണ്ട്. ഈ ഓരോ ഞരമ്പും ഏതെങ്കിലും ഒരെണ്ണം ബ്ലോക്ക് ആവുന്നതാണ് അരശസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോഴും ചെയ്യുന്നു ഈ മസിലിൻ്റെ നടുക്ക് വെച്ച് തന്നെ ഇതങ്ങ് ജാമാവും. അപ്പോൾ ഈ മസിലിനകത്തുനിന്ന് ഒരു ശകലം അകത്തോട്ട് ചരിഞ്ഞായിരിക്കും ആ കുരു വരുന്നത് കൊണ്ട് മലം ഇങ്ങനെ ശകലം ചരിഞ്ഞ് വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് വരുന്നു, മലം പോകാതെ, മലം മുറി വരുമ്പം പോകാതെ അവസാനം അവനെ അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുരു അങ്ങ് ചൊട്ടിക്കഴിഞ്ഞ് മലം പോയതിന് ശേഷം ഈ തുള്ളിയായിട്ട് ചോര വീഴും. അത് ഇൻറ്റേർണൽ പൈൽസ്. അത് കഴിഞ്ഞ് മറ്റേതാണ് ചോര വരികയില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി പിന്നെ ഈ കുളവാഴ. ആ കുളവാഴയ്ക്ക് സമം ചുവന്നുള്ളിയും കൂടെ അല്ലെങ്കിൽ ഈരുള്ളി, ഇത് രണ്ടുകൂടെ വേറെ അരച്ച്, ആ കുളവാഴയുടെ ബൾബ് മാത്രം അരച്ച് അത് സമം യോജിപ്പിച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത്, കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മൂക്കുന്നതനുസരിച്ച് പണം വെള്ളം പോലെ ആവരുത്. ഒരു ചമ്മന്തി പോലെ തന്നെ എടുത്ത് ഒരു കുരണ്ടിപ്പലകയുടെ പുറത്ത് ഒരു വാഴയില വെച്ച് അതിൻ്റെ പുറത്ത് ഈ മസാല ഇട്ടിട്ട്, ഈ മൂപ്പിച്ചിട്ടിട്ട് അതിൽ ഇങ്ങനെ അടുപ്പിച്ച് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് ചൂട് കൊടുത്തിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് ചൂട് കൊടുക്കണം. ചൂട് കൊടുത്തു കഴിയുമ്പം ഈ സാധനം ചൊങ്ങും, പിന്നെ ആ ഞരമ്പ് വളരാതിരിക്കും. എന്നിട്ട് അതിലും കൂടുതലല്ല, അതിൻ്റെ 4 വശവും, ആ മലദ്വാരത്തിൻ്റെ 4 വശവും റൗണ്ടിൽ ഞരമ്പ് തടിച്ച് കിടന്നാൽ ആ തടിച്ച് കിടക്കുന്നതിന് ചൊട്ടിക്കാനും ഇത് മതി. ഇതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന് വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊലിയും പച്ചരിയും കൂടെ അരിച്ചൊരു മസാല നമ്മൾ വെരിക്കോസിന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ പിന്നെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെ അരയ്ക്കുന്നതിന്. അത് അരച്ച് അവിടെ എണ്ണ തൂത്ത് പൊത്തി വെച്ച് 1 മണിക്കൂർ കവന്ന് അവിടെ അങ്ങോട്ട് കിടക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന് തന്നെ ഇരിക്കണം. ആ രീതിയിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരു 11 ദിവസം കൊണ്ട് ഈ സാധനം ചൊട്ടിപ്പോവും. ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും അത് മതി. ഇനി അപ്പം പിഷറെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മലദ്വാരത്തിൻ്റെ റൗണ്ടിൽ തടിച്ചെടുക്കുന്നത്. രണ്ടിനും കൂടിയാണ് ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിനകത്ത് ആൾക്കാരാണ് ചിലർ ഈ സ്റ്റൂളിലൊക്കെ ഇരിക്കുമ്പോൾ ചരിഞ്ഞിരിക്കുന്നതൊക്കെ ഫിഷറുകാരാണ്. അതൊന്നും പൈൽസ് അല്ല. അത് കഴിഞ്ഞിട്ട് 3-മത്തതാണ് അൾസർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിനകത്ത് പുണ്ണുണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ ആ കുടലിനകത്ത് പുണ്ണ് വന്ന് പൊട്ടുന്ന ആൾക്കാരുണ്ട്. അത് പൊടിമാതിരിപ്പെട്ട കുടലുകളൊന്നും അവിടെ പൊട്ടൂല. അത് വെളി വന്ന് മലദ്വാരത്തിൻ്റെ അവിടെ വന്നിട്ട് ചൊറിച്ചിലുണ്ടാക്കി കുരുക്കൾ വന്ന് അവിടെ നീറ്റലും പുകച്ചിലും ഒക്കെ വന്ന് അവിടെയാണ് വ്രണമായിട്ട് മാറുന്നത്. എപ്രകാരമാണോ നമ്മൾ വൻകുടലിനകത്ത് ചെറുകുടലിൻ്റെ മേളിലോട്ടുള്ള ഡിയോഡിനത്തിൻ്റെ അവിടെ നിന്ന് ആമാശയത്തിൻ്റെ അവിടെ നിന്നും പുണ്ണ് വരുമ്പോൾ വായു വന്ന് പൊട്ടുന്നത്, അതേപോലെ വൻകുടലിൽ വന്നാൽ മലദ്വാരത്തിൻ്റെ അവിടെ പൊട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മലം പോകുമ്പോൾ അൾസറാണ് അവൻ്റെ ബേസ്. അപ്പം അത് കരളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എരിവുള്ള സാധനങ്ങൾ കഴിക്കുക, ചിക്കനൊക്കെ കഴിക്കുക, അന്നേരമൊക്കെ ഈ ശരീരം ഹീറ്റാവുകയും ഇതും കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെയും ഒരു കാരണമാവും. അപ്പോൾ ഈ രോഗങ്ങളുള്ളവരൊന്നും മട്ടനും ചിക്കനും ഒരു കാരണവശാലും കഴിക്കാൻ പറ്റില്ല. കഴിക്കുമ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ പിറ്റേന്ന് ആ സംഗതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലത്തിൻ്റെ കൂടെ ചളിയും ചോരയും വരും. അപ്പോൾ അത് അവിടെ വ്രണമാണെന്നുള്ളത് മനസ്സിലായി, പഴുപ്പാണ് ആ പോകുന്നത്. അത് കോശങ്ങൾ നശിച്ചു പോവാണ്. ആ പോകുന്ന പുറത്തോട്ട് ചാടുമ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കാവുന്നത് ഇതൊന്നുമല്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊടകൻ,
കുടകൻ അല്ലെങ്കിൽ മുത്തൾ അല്ലെങ്കിൽ കുടങ്ങൽ, കറിവേപ്പിലയും കശുമാവിൻ്റെ തളിരലയും കൂടെ സമസമം അരച്ച് വെക്കുന്ന ഒരു യോഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സമസമം അരച്ച് ഒരു ചെറുനാരങ്ങ മുഴുപ്പിൽ രാവിലെയും വൈകിട്ടും കഴിക്കുക. മലര് കഞ്ഞി വെച്ച് കുടിക്കുക. ചെമ്പരത്തി കാടിയിൽ 5 ചെമ്പരത്തി, ചുമന്ന ചെമ്പരത്തിയോ വെള്ള ചെമ്പരത്തിയോ അരച്ച് കാടിയിൽ കലക്കി കുടിക്കുക. ഇതെല്ലാം അതിനുള്ളതാണ്. പിന്നെ ഹിങ്കുവ ജാതി ചൂർണ്ണം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലർക്ക് ഈ ചെറുകുടലിനകത്തും വനകുടലിനകത്തും പഴുപ്പും വ്രണവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴിച്ചത് പുറത്ത് പോകാതെ രണ്ടാമത്തെ ചെന്നാൽ ഇരിക്കുക. അപ്പം ആദ്യം അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് ഉടനെ കക്കൂസി പോകുന്ന അസുഖം ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷനും കൂടെ ആയി. മനസ്സിലായോ? അതിന് ഈ സാധനം മാത്രം മതി. ഹിങ്കുവജാതി ചൂർണ്ണവും ത്രിഫലയും ഈ കുടങ്ങൽ, കറിവേപ്പില, കശുമാവിൻ്റെ ഇല, ഇത്രയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഇതിനെല്ലാം അത് മതി. പിന്നെ അയമോദകവും മാതള നാരങ്ങത്തൊണ്ടും തുമ്പയും കൂടെ സമമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഇതങ്ങ് മാറും.